മോളെ, പശുവിന് കുടിക്കാൻ കാടി കലക്കുന്ന ആള് എന്തേലും കഴിച്ചായിരുന്നോ? എവിടുന്ന്? ബാലൻ ചേട്ടന്റെ വീട്ടിൽ നിന്ന് ദോശ കഴിച്ചോ? എന്നാ ഞാൻ ഇപ്പൊ തന്നെ ബാലൻ ചേട്ടനെ ഒന്ന് വിളിക്കട്ടെ. അപ്പൊ അറിയാലോ സത്യം എന്താന്ന്. എന്തിനാ മോളെ കള്ളം പറയുന്നത്? പശുവിന് കൊടുക്കുന്ന കാടി മോള് കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ മോള് മുണ്ട് മുറുക്കി എടുത്ത് ജീവിക്കുമ്പോ എനിക്ക് ഭക്ഷണം ഇറങ്ങോ മോളെ? മോള് വാ, ഭക്ഷണം ഇരിപ്പുണ്ട്, മോക്ക് അമ്മ എടുത്തു തരാം. അതെന്താ വേണ്ടാത്തെ? ഇവിടെ ഇപ്പൊ ആരും ഇല്ലല്ലോ. പിന്നെന്താ വന്ന? പശുക്കൾക്ക് രാവിലെ വൈക്കോലും പുല്ലും ഒക്കെ കൊടുത്തതല്ലേ, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മോക്കാ നല്ല വിശപ്പുള്ളത്. വാ മോളെ, അമ്മയില്ലേ വിളിക്കുന്നേ? മോള് വന്ന് പെട്ടെന്ന് ആഹാരം കഴിച്ചിട്ട് പശുക്കൾക്ക് എന്താ വേണ്ടേന്ന് വെച്ചാൽ കൊടുത്തോ. പുറത്തു പോയവർ എപ്പോഴാ വരുന്നേന്ന് പറയാൻ പറ്റില്ല. അച്ഛൻ എന്ന പ്രശ്നമാണെന്നോ, അതുകൊണ്ടല്ലേ അമ്മമ്മയോ അച്ഛനും ഇല്ലാത്തപ്പോ മോളെ അമ്മ വിളിക്കുന്നത്. രാവിലെ ആണെങ്കിൽ ഒരു കുലപ്പഴം സ്റ്റോർ റൂമിൽ വെച്ചിരുന്നതാ, അതിപ്പോഴും ഉണ്ട്. അതിനകത്തുനിന്ന് നേന്ത്രപ്പഴം എടുത്ത് 2-3 വിക്രത്തിന് കൊടുത്തത്. പിന്നെ പോരാത്തതിന് നാടൻ മുട്ടയും കൊടുക്കുന്നുണ്ട്. അത്ര ആഹാരമൊന്നും കഴിക്കാത്തത് എന്റെ മോളല്ലേ. ഒരു വാഴപ്പഴം പോലും മോക്ക് വാങ്ങിത്തരാൻ പറ്റുന്നില്ല. ഞാൻ പട്ടിണി കിടക്കരുതെന്നോ? എന്താ മോളെ ഇങ്ങനെ? നീ ആഹാരം കഴിക്കാതിരിക്കുമ്പോ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ? അതെന്താ മോള് മനസ്സിലാക്കാത്തെ? ഇന്നലെ രാത്രിയിൽ മോൾ എന്തെങ്കിലും കഴിച്ചതാ, അതും കഞ്ഞിവെള്ളത്തിനടിയിൽ ഇത്തിരി വറ്റേ ഉണ്ടായിരുന്നുള്ളൂ. വെറും കഞ്ഞിവെള്ളം കുടിച്ചെന്ന് തന്നെ പറയാം. പാല് കറക്കുന്നുണ്ട്, കൊണ്ട് വീടാന്തരം കൊടുക്കുന്നുമുണ്ട്. എന്നിട്ട് ഒരു പാൽ ചായ പോലും എന്റെ മോക്ക് കുടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെ മോക്ക് തരാന്നും പറഞ്ഞു മാറ്റി വെച്ച അതെടുത്ത് വിക്രത്തിന് കൊടുക്കും. അതുകൊണ്ട് മോള് വാ, വാ മോളെ, വാ. മോള് വാ, വാ മോളെ, മോള് വാ. ആരുമില്ല. പശു കരയുന്നു. അതിനൊക്കെ വിശക്കുമ്പോ കരയും. എന്നാ മോള് കരയുന്നില്ല. മോക്ക് കരച്ചിലുമില്ല, പരാതിയുമില്ല. അത് അമ്മയ്ക്ക് സങ്കടം. ഇപ്പൊ പോകാം. മോള് വാ, എന്തേലും കഴിക്കേ. വാ, ആരുമില്ല. വാ മോള് വാ, വാ മോളെ. ഇരിക്കും മോളെ, മോളിരിക്കെ. ഇരുന്നു, അമ്മ വാരിത്തരും. ഞാൻ വാരി തന്നിട്ട് കൊറേ ആയല്ലോ. കണ്ടോടാ, നമ്മളില്ലാത്ത നേരത്ത് നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ആഹാരം എടുത്ത് കൊടുത്തിരിക്കുന്നത് ഈ അസത്ത് പെണ്ണിന്. മോനുള്ള ഭക്ഷണം ഇവിടെ ഉണ്ട്. ഇവിടെയുള്ള മുഴുവൻ ഭക്ഷണവും എനിക്കും എന്റെ അമ്മയ്ക്കും എന്റെ മോനും ഉള്ളത്. തൊഴുത്തി കിടക്കുന്നവർക്ക് വിശക്കുന്നുണ്ടെങ്കിലേ നാൽക്കാലികൾ കാടിവെള്ളം കുടിക്കുന്ന സമയം അവിടെ ചെന്നിട്ട് കാടിവെള്ളം മോന്തി കുടിക്കാൻ പറയണം. പറഞ്ഞു മനസ്സിലായാണ്? മോളും നമ്മളെ പോലെയല്ലേ, മോക്കും വിശക്കില്ലേ? നിന്റെ മോക്ക് വിശക്കുന്നുണ്ടെങ്കിൽ പശുവിന്റെ കാടിവെള്ളം കുടിക്കണം. ഇല്ലെങ്കിലേ പുറത്ത് കായലിലെ വെള്ളം ഒഴുകുന്നില്ലേ, അത് കുടിച്ച് വിശപ്പടക്കണം. പറഞ്ഞു മനസ്സിലായ നിനക്ക്? അതിലും നല്ലത് എന്റെ കുഞ്ഞിനെ അങ്ങ് കൊന്നു കളയുന്നതാ. അവളെ കൊണ്ടുപോയി കായലിൽ എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. ചെല്ലടി, അമ്മയും മോളെ ഒരുമിച്ച് തള്ളട്ടെ. ചെല്ല്. ചവിട്ടിക്കൂട്ടി ഇതിനെ മൂലകിരുത്തും. പറഞ്ഞു മനസ്സിലായ നിനക്ക്? എന്റെ കുഞ്ഞിന്റെ ഭക്ഷണം കഴിക്കാനുള്ള തന്റെ ഇടം നീ കാണിച്ചില്ലേ? ഇവക്കെ കായലുള്ള ചെളിവെള്ളം ഞാൻ കൊടുക്കുന്നു. കൊല്ലായിരിക്കണം അല്ലേ? നിന്റെ പുന്നാര മോളം നിനക്ക് രക്ഷിക്കണം അല്ലേടി? അവസാനത്തെ താക്കിയതാ. ഇനി മേലാൽ ഡൈനിങ് ടേബിളും എല്ലാം വന്ന് ഇവിടെ ഭക്ഷണം കഴിച്ചു ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. നിന്നെയും കൊല്ലും അവളെയും കൊല്ലും. പറഞ്ഞു മനസ്സിലാണ്? എന്റെ കുഞ്ഞിനൊന്നും ചെയ്യല്ലേ. ഇവളുടെ കഴുത്തിൽ ഈ മണി ഇല്ലായിരുന്നെങ്കിൽ ഈ കാഴ്ച എന്നല്ല, ഇവളുടെ മുഖം പോലും കാഴ്ച കാണേണ്ടി വരില്ലായിരുന്നു. എടി ദുശകുനമേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടി എന്റെ കൺമുമ്പിൽ ഒന്ന് പെടരുന്നു. എന്തറിഞ്ഞിട്ടാടി നീ എന്റെ വീട്ടിനകത്തൊന്ന് കയറി ഡൈനിങ് ടേബിളിൽ ഒന്ന് ഇരുന്നിരിക്കുന്നു. മോക്ക് ഭക്ഷണം വേണ്ടെന്ന് മോള് പറഞ്ഞത്. അവള് കാടി കലക്കായിരുന്നു. ഞാൻ അവൾക്ക് ഭക്ഷണം വിളിച്ചു കൊടുത്തത്. മകള് തെറ്റിയുമ്പോ കൂട്ടിരിക്കുന്ന ഒരു അമ്മ ഇവളെ ഇരിച്ചൊണ്ണ ചവറ്റുകുട്ടെ കൊണ്ട് തള്ളി എന്റെ അമ്മ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി വളർത്തിക്കൊണ്ട് വന്നതല്ലേ ഇവളെ. എടി അന്ന് രക്ഷപ്പെടുത്തുന്നതിന് പകരം അവളെ അങ്ങ് കൊന്നു കളഞ്ഞോടായിരുന്നു. അതിനുവരെ അവളുടെ കഴുത്തിൽ മണി കെട്ടിക്കൊടുത്തു നീ അല്ലേ? മണി ഇനി മണി എന്റെ കഴുത്തിൽ വേണ്ടടി. എന്റെ മോളുടെ മണി കഴിക്കല്ലേ. ഈ മണി ശബ്ദം കേൾക്കുന്നത് തന്നെ എനിക്ക് അരോചകമാണ്. എനിക്കും അങ്ങനെ തന്നെ. മണിയുടെ ശബ്ദം കേട്ടി വന്ന് നോക്കുമ്പോ എവിടെയാണ് കാണുന്നത്? ആപത്തിന്ന് മോളെ രക്ഷിക്കാൻ വേണ്ടി അമ്മ കെട്ടിക്കൊടുത്ത ഒരു മണി. എടേ, കഴുത്തിൽ മണി കെട്ടിക്കൊടുക്കുന്നതിന് പകരം നീ അവളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്ക്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, തൊഴുത്തിലല്ലേ കിടക്കുന്നു, പശുക്കൾക്ക് കാടിവെള്ളം കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ കുറച്ച് വിഷം കൂടെ കലർത്തി അവർക്ക് കൊടുക്ക്. അങ്ങനെ നീ ചത്തുടങ്ങി പോട്ടെ. വാമ. അതെന്താ മോളെ വേണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ വഴക്ക് പറയാം. അതൊന്നും മോള് കാര്യാക്കണ്ട. ഈ മണി കൂടി ഇല്ലെങ്കിൽ മോളുടെ കാര്യം കഷ്ടത്തിലാവും. അച്ഛാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വാ കഴിക്കാം. എന്തെങ്കിലും നോക്കുന്നേ? മോളുടെ കഴുത്തിൽ പണ്ടൊരു മണി ഉണ്ടായിരുന്നില്ല, അതിപ്പോ എവിടാ? കൊറേ നാള് ആ മണി എന്റെ കഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു. മോളുടെ കഴുത്തിൽ പണ്ടൊരു മണി ഉണ്ടായിരുന്നില്ല, അതിപ്പോ എവിടാ? കൊറേ നാള് ആ മണി എന്റെ കഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് സംസാരശേഷി ഇല്ലാത്തോണ്ടാണ് കുഞ്ഞുനാളിൽ എന്റെ കഴുത്തിൽ അമ്മ ആ മണി കെട്ടി തന്നത്. സംസാരശേഷി ഇല്ലാത്തതുകൊണ്ട് മോളുടെ കഴുത്തിൽ മോളുടെ അമ്മ ഒരു മണി കെട്ടി തന്നു. എന്തിനാന്നറിയോ? ഭയം കൊണ്ട്. എന്ത് ഭയം എന്നറിയോ? വല്ല നായ്ക്കൾ വന്ന് കടിക്കുമെന്നോ വല്ല ഭിക്ഷക്കാർ വന്ന് തട്ടിക്കൊണ്ടുവന്നുള്ള ഭയമല്ല. മോളുടെ അച്ഛനും അമ്മമ്മയും മോളെ പിടിച്ചുകൊണ്ട് കായലിൽ കൊണ്ടുപോയി തള്ളി എറിയുമെന്നുള്ള ഭയമുണ്ട്. മോൾ എവിടെ പോയാലും ആ മണിയുടെ ശബ്ദം കേൾക്കുമല്ലോ, അപ്പൊ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതമ്മ പറഞ്ഞിട്ടുണ്ട്. കല്യാണത്തിന് കുറെ നാള് മുമ്പ് ഞാൻ തന്നെയാ ആ മണിയുടെ ആവശ്യമില്ലാന്ന് പറഞ്ഞത്. പിന്നെ ആ മണി ഇപ്പൊ ഒരിടത്തുണ്ട്. എന്നും പോകുന്ന അമ്പലത്തിലെ പാലമരത്തിലത് കിട്ടിയിരിക്കുവാ. അതിപ്പോഴും അവിടെ ഉണ്ടോ? ഉണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ പോകുമ്പോ അമ്പലത്തിലെ മണി അടിക്കുന്നതിനൊപ്പം ആ മണിയിലും അടിക്കും. എനിക്കൊന്ന് കാണണം മക്കളെ. അച്ഛന്റെയും അമ്മൂമ്മയുടെയും ശല്യം ഒഴിവാക്കാൻ വേണ്ടി മോളുടെ കഴുത്തിൽ അമ്മ കെട്ടിയ മണി എനിക്കൊന്ന് കാണണം. കാണാം. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ശരി മക്കളെ. അല്ല, മണിയെപ്പറ്റി ഇപ്പൊ ചോദിക്കാൻ എന്താ കാര്യം? മക്കൾക്ക് ഓർമ്മയുണ്ടാവില്ല. ഒരു ദിവസം മക്കള് വിശന്ന് വലഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് വിക്രത്തിന് വേണ്ടി ഉണ്ടാക്കിയ ആഹാരം എടുത്ത് കഴിച്ചു. അതുകൊണ്ട് ദേഷ്യം വന്നിട്ട് വിക്രത്തിന്റെ ആഹാരം കഴിക്കാറായോടി നീ എന്ന് പറഞ്ഞ് ഞാനും എന്റെ അമ്മയും കൂടെ മക്കളെ പിടിച്ച് വലിച്ചുകൊണ്ട് കായൽ കൊണ്ടുപോയി തള്ളാൻ നോക്കി. അപ്പൊ ആ മണിയില്ലേ, മണി പൊടി ഞാൻ കായലൊരുത്തെറിഞ്ഞു. ഇത്രയ്ക്ക് എനിക്ക് ഓർമ്മയുണ്ട് അതൊക്കെ. എന്നെ അച്ഛൻ കായൽ തള്ളുമെന്ന് എനിക്കും അമ്മയ്ക്കൊക്കെ ഭയം ഉണ്ടായിരുന്നു. എങ്കിലും അതുകൊണ്ടൊക്കെ ഒരു ഗുണമുണ്ടായി. ചെറുപ്രായത്തിൽ തന്നെ നീന്താൻ പഠിച്ചു, അതുപോലെ തന്നെ വള്ളം തുഴയാനും. അച്ഛൻ കൊല്ലായിരിക്കും വേണ്ടി എന്റെ പൊന്നുമോള് അതിജീവനത്തിന്റെ മാർഗം പഠിച്ചു അല്ലേ? അതെ, അന്നത്തെ തിക്താനുഭവങ്ങളാ എന്നെ ഇന്നത്തെ കല്യാണിയാക്കിയത്. അതുകൊണ്ട് അന്ന് സംഭവിച്ചതൊന്നും ഞാനിപ്പോ മനസ്സിൽ വെക്കാറൊന്നുമില്ല. അച്ഛനോടും അമ്മൂമ്മയോടും
എനിക്ക് ദേഷ്യം തോന്നാറുമില്ല. എനിക്ക് ആകെ ദേഷ്യമുള്ളത് എന്റെ അമ്മയെ കൊന്ന ആ ഗംഗാപ്രസാദിനോടും എന്റെ ആങ്ങളയോടും മാത്രമാ. ശരിക്കും ക്രൂരമായ മനസ്സുള്ളത് അവർക്കൊക്കെയാ. മണ്ഡലകാലം ആയതുകൊണ്ട് ആരും സംശയിക്കില്ല. അവര് അമ്പലത്തിൽ വരുന്ന കാര്യം ഉറപ്പാണല്ലോ. ഒരു കാരണമില്ലാതെ അമ്പലത്തിൽ വരുന്നവരാ. പിന്നെ ഈ മാസം വരാതിരിക്കോ? കല്യാണമൊക്കെ നടക്കുന്നത് കൊണ്ട് ഭഗവാന്റെ പ്രീതി പിടിച്ചു പറ്റാനായിട്ട് അമ്പലത്തിൽ വന്ന് ദൈവങ്ങളെ വിളിച്ചുണർത്തും. അതിലൊരു തർക്കവും വേണ്ട. നമുക്ക് പോകാല്ലേ? പോവാം. പിന്നെ ഞാൻ പോകുന്നിടത്തെല്ലാം നീ വരണമെന്നില്ല. അത് ശരിയാവത്തില്ലടാ. നീ പോലീസിന്റെ പിടിയിലോ കിരണിന്റെയോ പിടിയിൽ അകപ്പെട്ട ഞാൻ ഒറ്റയ്ക്കായി പോവും. അങ്ങനെ ഒറ്റപ്പെടാൻ എനിക്ക് പറ്റില്ല. എവിടെ പോയാലും ഇനി നമ്മൾ ഒന്നിച്ച്. അതാ നമ്മുടെ തീരുമാനം. അല്ല, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. നീ കൂടെ ഉള്ളതാണ് എന്റെ ഒരു ആശ്വാസം. എന്നാ പോവാം. പോകുന്നതിന് മുൻപ് കണ്ണടിയിലും നോക്ക്. അച്ഛൻ മണി കാണണ്ടേ? ദേ ആ മരത്തിലാ മണി കെട്ടിയിട്ടുള്ളത്.